السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 257 പേജാണ് നമുക്ക് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, ഇതിന് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. നമ്മൾ ആദ്യമായി 257 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده وما كان لنا أن نأتيكم بسلطان إلا بإذن الله وعلى الله فليتوكل المؤمنون وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا وعلى الله فليتوكل المتوكلون وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الظالمين ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وخاف وعيد واستفتحوا وخاب كل جبار عنيد من ورائه جهنم ويسقى من ماء صديد يتجرعه ولا يكاد يسيغه ويأتيه الموت من كل مكان وما هو بميت ومن ورائه عذاب غليظ مثل الذين كفروا بربهم أعمالهم كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 14 അധ്യായം സൂറത്തു ഇബ്രാഹിമിലെ 11 മുതൽ 18 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 13-ാമത്തെ ജുസിൽ 257-ാമത്തെ പേജ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സർവശക്തനായ പ്രപഞ്ചസ്രഷ്ടാവായ പരിപാലകനായ അള്ളാഹുവിനെ സത്യനിഷേധികളായ ആളുകൾ തള്ളിപ്പറയുന്നത് വല്ലാത്ത അത്ഭുതം തന്നെയാണ് എന്ന് പ്രവാചകന്മാർ അതിശയപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞത്. നന്മയിലേക്കും സന്മാർഗത്തിലേക്കും സ്നേഹപൂർവ്വം ക്ഷണിക്കുമ്പോൾ മനുഷ്യന്മാർ ഇങ്ങനെ നിഷേധം തുടരുക എന്നത് അതിശയം തന്നെയാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളുമൊക്കെ വളരെ പ്രകടമായി നിരന്തരം അവർ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിഷേധിക്കുകയാണ്. അതാണ് അത്ഭുതം. നിങ്ങളും ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയല്ലേ, നിങ്ങളെ അനുസരിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം എന്നൊക്കെ പ്രവാചകന്മാരോട് തട്ടിക്കയറിയതും അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരണമെന്ന് ദുർവാശി പിടിച്ചതുമൊക്കെ കഴിഞ്ഞ പേജിൽ നമ്മൾ പഠിച്ചു. ഇനി പറയുന്നത് അവരുടെ ഈ ഒരു സമീപനത്തോട് പ്രവാചകന്മാർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നാണ്. പ്രവാചകന്മാർ പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണ്, അതുകൊണ്ടിപ്പോൾ പ്രവാചകരായി കൂടാന്നുണ്ടോ? മനുഷ്യ പ്രകൃതിയിൽ നമ്മൾ രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെ. അതായത് മാതാപിതാക്കൾക്ക് ജനിച്ചു, ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്, മക്കളുണ്ടാവുന്നുണ്ട്. ഞങ്ങളുടെയും നിങ്ങളുടെയും ശരീരത്തിലോടുന്നത് രക്തം തന്നെയാണ്. കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, കാതുണ്ട്, കണ്ണുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇത്തരം മാനുഷികമായ പ്രകൃതി വിശേഷങ്ങൾ ഞങ്ങൾക്കുമുണ്ട്. അത് ശരി തന്നെയാണ്. അതിനെല്ലാം പുറമേ അള്ളാഹു ഞങ്ങൾക്ക് പ്രവാചകത്വം എന്ന വലിയൊരു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഉപദേശിക്കാൻ ഞങ്ങൾ മുതിരുന്നതും അതിന് ബാധ്യസ്ഥരായതും. നിങ്ങൾ ആവശ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾ കാട്ടിത്തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. അള്ളാഹുവിൻ്റെ അനുമതിയും ഉത്തരവും ഉണ്ടാകുമ്പോൾ മാത്രമേ
അത്തരം ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ ഞങ്ങളുടെ കൺട്രോളിലല്ല അത് എന്ന് പ്രവാചകന്മാർ പറയുകയാണ്. നോക്കൂ 11-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده ما كان لنا أن نأتيكم بسلطان إلا بإذن الله وعلى الله فليتوكل المؤمنون. صدق الله العلي العظيم. قالت لهم, അവരോട് പറഞ്ഞു, റുസുലുഹും, അവരുടെ പ്രവാചകന്മാർ. എന്താ പറഞ്ഞത്? ഇന്നഹ്നു, ഞങ്ങളല്ല, ഇല്ലാ ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലാതെ അല്ല. സംഗതി ശരിയാണ്, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാർ തങ്ങളല്ല ഞങ്ങൾ. പക്ഷേ അല്ലാഹു തആല യമുന്നു, അവൻ അനുഗ്രഹിക്കുന്നു, അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ നിന്നാണ് ഉദ്ദേശിക്കുന്ന ആളുകളെ. അപ്പോൾ തൻ്റെ അടിമകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു തആല അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം പോലെയുള്ളത് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്നു. അതേപോലെ ഞങ്ങൾക്കും പ്രവാചകത്വം നൽകി അനുഗ്രഹിച്ചു. മനുഷ്യന്മാരൊക്കെ നിങ്ങളെ പോലെ തന്നെയാണ്, ശരി. പക്ഷേ ഈ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏതനുഗ്രഹം? പ്രവാചകത്വം എന്ന അനുഗ്രഹം. വമാ കാന ലനാ, ഞങ്ങൾക്ക് കഴിയില്ല, അൻ നഅതിയക്കും, നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാൻ, ബി സുൽത്താനിൻ, തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ, ഇല്ലാ ബിഇദ്നില്ലാഹി, അള്ളാഹുവിൻ്റെ സമ്മതം കൊണ്ടല്ലാതെ. കാരണം അള്ളാഹുവിൻ്റെ സമ്മതം അനുസരിച്ച് മാത്രമേ ഏതൊരു ദൃഷ്ടാന്തവും നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാൻ ഞങ്ങൾക്ക് കഴിയും. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അള്ളാഹുവിങ്കലാണ് കാര്യങ്ങളെല്ലാം പരമേൽപ്പിക്കേണ്ടത്. ഇന്നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും. ഇവിടെ ഈ ആയത്ത് ദുരുപയോഗം ചെയ്യുന്ന ചില ആളുകളുണ്ട്, ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളുണ്ട്, സൂക്ഷിക്കണം. അതായത് പ്രവാചകന്മാർക്ക് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല, അവരും സാധാരണ മനുഷ്യരെ പോലെയാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരെ നമ്മൾ കരുതിയിരിക്കണം. അവർ പറഞ്ഞെന്താണെന്നറിയോ? സാധാരണ മനുഷ്യന്മാരെ പോലെ തന്നെ ഒരു പ്രത്യേകത ഇല്ല. ഒരു റോഡ് സൈഡിൽ ഒരു പീടികയുടെ തിണ്ണയിൽ കഴിയുന്ന ഒരു യാചകൻ പറയാണ്, ഞാനും ഈ രാജ്യം ഭരിക്കുന്ന രാജാവും മനുഷ്യർ തന്നെയാണ്. എങ്ങനെ ഉണ്ടാവും ആ പറച്ചിൽ? അതേപോലെയാണ് ഇപ്പോൾ ഇവർ പറയണത്, നിങ്ങൾ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ്. ഈ യാചകൻ പറയുന്നത് പോലെ ഞാനും മനുഷ്യനാണ്, ഈ രാജ്യം ഭരിക്കുന്ന രാജാവും മനുഷ്യനാണ്. എന്നിട്ടെന്ത്? ആ രാജാവാണ്, ഇത് സാധാരണ മനുഷ്യനാണ്. അമ്പിയാക്കൾ എന്ന് പറഞ്ഞ അല്ലാഹു തആല നുബുവത്ത് എന്ന് പറഞ്ഞ റിസാലത്ത് എന്ന് പറഞ്ഞ പ്രത്യേകമായ അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹിച്ച മനുഷ്യരാണവർ, സാധാരണ മനുഷ്യന്മാരല്ല എന്നർത്ഥം. പ്രവാചകന്മാരെല്ലാവരും ജീവശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാർ തന്നെയാണ്. ഖുർആനിൽ പലയിടത്തും ഈ പരാമർശം കാണാം, അമ്പിയാക്കളൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷേ അള്ളാഹുവിൽ നിന്നുള്ള നുബുവത്ത് എന്ന മഹാഭാഗ്യം ലഭിച്ചവരാണ്. നുബുവത്ത്, റിസാലത്ത് ഇതൊക്കെ ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ല. എത്ര കാലം തപസ്സിരുന്നാലും കഠിനാധ്വാനം ചെയ്താലും കിട്ടാത്ത ഒരു പദവിയാണത്. അത് അല്ലാഹു തആല കനിഞ്ഞരുളുന്നവർക്ക് മാത്രമേ ആ മഹാഭാഗ്യം നേടാനാവൂ. അതുകൊണ്ടാണ് യമുന്നു എന്ന് പറഞ്ഞത്, അല്ലാഹു തആല അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത്. അതൊരു അനുഗ്രഹമാണ്. 12-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. പ്രവാചകന്മാർ പറയുന്ന മറുപടി തുടരുകയാണ്. പൂർണ്ണമായും അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ് സത്യവിശ്വാസം. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. സർവാത്മന അള്ളാഹുവിന് കീഴൊതുങ്ങിയ ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളുടെ ആരാധ്യനായ, ഞങ്ങളുടെ സംരക്ഷകനായ, ഞങ്ങളുടെ അന്നദാതാവായ, ഞങ്ങളുടെ അഭയസങ്കേതവും നിയന്താവുമൊക്കെ അവൻ തന്നെയാണ്. രണ്ട് ലോകത്തെയും എല്ലാ നന്മകളും ലഭിക്കും വിധം സന്മാർഗത്തിലേക്ക് ഞങ്ങളെ നയിച്ചത് അവനാണ്. അതുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പരമേൽപ്പിക്കുന്നത് അള്ളാഹുവിനാണ്. ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ഈ പ്രബോധനം നടത്തുമ്പോൾ നിങ്ങളിൽ നിന്ന് എന്ത് ബുദ്ധിമുട്ടുകൾ ഏൽക്കേണ്ടി വന്നാലും, എന്ത് മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നാലും ഞങ്ങളതൊക്കെ സഹിക്കും, ക്ഷമിക്കും. മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും ഉമ്മത്തുകളുടെയും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഇങ്ങനെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾപ്പിക്കുന്നത്, അല്ലെങ്കിൽ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് അവിടുത്തെ സാന്ത്വനിപ്പിക്കാനാണ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ മുമ്പുള്ള നബിമാരും താങ്കളെപ്പോലെ ഈ നിഷേധികളെ അഭിമുഖീകരിച്ചിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്ന പ്രയാസങ്ങളൊക്കെ ആ നബിമാർ സഹിക്കുകയും ക്ഷമിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവിടുത്തെ ആശ്വസിപ്പിക്കണം. അതുകൊണ്ട് അങ്ങും ക്ഷമിക്കണം എന്ന് പറയുകയാണ്. നോക്കാം 12-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ലനാ അല്ലാ നതവക്കല അലല്ലാഹി വഖദ് ഹദാനാ സുബുലനാ വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂനാ
വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. വമാ ലനാ, ഞങ്ങളെങ്ങനെ അല്ലാ നതവക്കല അലല്ലാഹി, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാതിരിക്കും. വമാ ലനാ, ഞങ്ങൾക്കെന്തുണ്ട് അല്ലാ നതവക്കല അലല്ലാഹി, അള്ളാഹുവിന്മേൽ ഭരമേൽപ്പിക്കുകയല്ലാതെ വേറെന്തുണ്ട് വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അള്ളാഹുവിങ്കൽ ഭരമേൽപ്പിക്കാതിരിക്കും. വഖദ് ഹദാനാ സുബുലനാ, അവനാണല്ലോ ഞങ്ങൾക്ക് മാർഗദർശനം നൽകിയത്. ഞങ്ങൾ ഈ ഹിദായത്തിലേക്ക്, ഈ മാർഗദർശനത്തിലേക്ക്, നല്ല വഴിയിലേക്ക് ചേർത്തി തന്ന അള്ളാഹുവിൻ്റെ മേൽ ഞങ്ങൾ എങ്ങനെ ഭരമേൽപ്പിക്കാതിരിക്കും. ഞങ്ങൾക്ക് അവൻ മതി എന്നർത്ഥം എല്ലാത്തിനും. നിങ്ങൾ എന്ത് വേണം ചെയ്തോളൂ, അതാണ് ആശയം. വഖദ് ഹദാനാ സുബുലനാ, ഞങ്ങളുടെ വഴിയെ നല്ല വഴിയിലേക്ക് ഞങ്ങൾ ചേർത്തു എന്നർത്ഥം. അവനാണ് ഞങ്ങൾക്ക് സന്മാർഗദർശനം നൽകിയത്. എന്നിട്ട് പറയാ വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂന, വലനസ്ബിറന്ന, ഞങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കും, സഹിക്കും, അലാ മാ ആദൈതുമൂന, നിങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ, നിങ്ങളുടെ മർദ്ദന പീഡനങ്ങൾ ഞങ്ങൾ തീർച്ചയായും സഹിക്കുക തന്നെ ചെയ്യും. വഅലല്ലാഹി, അള്ളാഹുവിൻ്റെ മേലാണ് ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കേണ്ടത്. ഭരമേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളൂ. അടുത്ത ആയത്തിലേക്ക് കടക്കുന്നു. നമ്മൾ 13ഉം 14ഉം ആയത്തുകളിലേക്കാണ് ഇനി കിടക്കുന്നത്. പ്രവാചകന്മാർ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. പക്ഷേ നിഷേധികൾ അടുത്ത പടിയിലേക്ക് കടക്കുകയാണ് ചെയ്തത്. അതായത് മുർസലുകളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ആദ്യം അവർ പറഞ്ഞത് അംഗീകരിക്കാതിരിക്കുകയും കളിയാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു പടി കൂടെ മുന്നോട്ട് കടന്ന് പ്രവാചകന്മാർ പ്രബോധനം കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് കണ്ടപ്പോൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. മുർസലുകൾ ക്ഷമിച്ചിരിക്കുന്നതൊരു ദൗർബല്യമായി അവർ കണ്ടു, മുർസലുടെ പരാജയമായിട്ട് അവർ കണ്ടു. അതുകൊണ്ട് ആദ്യം അവർ ഭീഷണിപ്പെടുത്തി, പിന്നെ അന്ത്യശാസനം നൽകി, അവസാനം പ്രവാചകന്മാരെ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ പ്രവാചകന്മാർ കൊന്നിട്ടുണ്ട്. യാ അല്ലാഹ്, എന്തൊരു ഗുരുതരമായ തെറ്റാണല്ലേ. എങ്ങനെയാണ് അവർ ആളുകളെ ഭീഷണിപ്പെടുത്തിയത്? ആളുകൾ എങ്ങനെയാണ് പ്രവാചകന്മാരെ ഭീഷണിപ്പെടുത്തിയത്? അവർ പറഞ്ഞു, അവർ മുസ്ലിങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ മതം സ്വീകരിക്കണം, ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഞങ്ങൾ ആട്ടിപ്പുറത്താക്കും. ഇതാണ് ഭീഷണി. നോക്കൂ നിങ്ങൾ, എല്ലാ പരിധികളും അവർ ലംഘിക്കുകയാണ്. അതോടെ അവരുടെ അന്ത്യവും അടുത്തെത്തുകയാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. ഈ ധിക്കാരികളെ നശിപ്പിക്കുമെന്ന് അല്ലാഹു തആല പ്രവാചകന്മാർക്ക് വാക്ക് കൊടുത്തു. എന്നിട്ട് ആ ധിക്കാരികളെ ആളുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ പ്രവാചകന്മാരെയും മുസ്ലിമീങ്ങളെയും അല്ലാഹു തആല താമസിക്കുമെന്നും അറിയിച്ചു. അതാണ് അടുത്ത ആയത്തിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الظالمين ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وخاف وعيد. قال الذين كفروا, സത്യനിഷേധികളായ ആളുകൾ പ്രതികരിച്ചു, പറഞ്ഞു, ലിറുസുലിഹിം, അവരുടെ പ്രവാചകന്മാരോട്, ലനുഖ്രിജന്നക്കും, തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും, മിൻ അർദിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. അത് അല്ലെങ്കിൽ ലതഊദുന്ന, നിങ്ങൾ മടങ്ങി വരണം, ഫീ മില്ലത്തിന, ഞങ്ങളുടെ മതത്തിലേക്ക്. തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ നാട്ടിൽ നാട്ടിയോടിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ വരണം. ഔ ലതഊദുന്ന, നിങ്ങൾ മടങ്ങി വരണം, ഫീ മില്ലത്തിന, ഞങ്ങളുടെ മതത്തിലേക്ക്. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു തആല മുസ്ലിങ്ങളോട് പറയാണ്, അത് കാര്യമാക്കണ്ട, അവരെ നമ്മൾ നശിപ്പിക്കാൻ പോവാണ്. കാരണം അവർ അതിര് വിടുകയാണ്. ഫൗഹാ ഇലൈഹിം റബ്ബുഹും, അപ്പോൾ അവരുടെ രക്ഷിതാവ് ആ പ്രവാചകന്മാർക്ക് ബോധനം നൽകി, വഹ്യ് നൽകി. എന്താണ് വഹ്യ്? ലനുഹ്ലികന്നല്ലാലിമീൻ, തീർച്ചയായും ഈ അക്രമികളെ നാം സംഹരിക്കുക തന്നെ ചെയ്യും. എന്നിട്ടോ ലനുഹ്ലികന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ നശിപ്പിക്കും, ഉന്മൂലനാശം വരുത്തും, അല്ലാലിമീന, അക്രമികളായ ആളുകൾക്ക്. എന്നിട്ട് വലനുസ്കിനന്നക്കും, തീർച്ചയായും നിങ്ങളെ നാം താമസിപ്പിക്കും, അൽ അർള, അവരുടെ നാട്ടിൽ, അല്ലെങ്കിൽ ഇന്നാട്ടിൽ. അവർ നശിച്ച ശേഷം അവരുടെ പിറകിൽ, മിൻ ബഅദിഹിം, അവരുടെ പിറകിൽ, അതായത് അവർ നശിച്ച ശേഷം ഇന്നാട്ടിൽ നിങ്ങളെ നമ്മൾ അധിവസിപ്പിക്കുകയും ചെയ്യും, താമസിപ്പിക്കുകയും ചെയ്യും. അവരെ നശിപ്പിച്ചാൽ പിന്നെ നാട്ടിലെ മുസ്ലിമുകൾക്ക് താമസിക്കാൻ. വലനുസ്കിനന്നക്കും അൽ അർള മിൻ ബഅദിഹിം ദാലിക, ഈ പറഞ്ഞത് ലിമൻ ഖാഫ മഖാമി, എൻ്റെ തിരുസന്നിധാനം പേടിച്ച, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പേടിക്കുന്ന, വഖാഫ വഈദ്, എൻ്റെ താക്കീതും പേടിച്ചെന്ന ആളുകൾക്കാണ് ഇത് ലഭ്യമാവുക. ഈ പറയപ്പെട്ട അക്രമികളെ ശിക്ഷിച്ച് അവരെ നശിപ്പിച്ച് അവരുടെ ആവാസ കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കുണ്ടാവുക? എന്നെ പേടിച്ച ആളുകൾക്ക്, എൻ്റെ താക്കീത് ഭയപ്പെടുന്ന ആളുകൾക്ക്.
എൻ്റെ മഖാമ് ഭയപ്പെടുന്ന ആളുകൾക്ക്, എൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നത് പേടിയോടെ കാണുന്ന ആളുകൾക്ക്. അതാണ് ദാലിക ലിമൻ ഖാഫ മഖാമി, എൻ്റെ മഖാമ് പേടിച്ച ആളുകൾക്കാണ് അത് ലഭ്യമാവുക. എൻ്റെ മഖാം എന്ന് പറഞ്ഞാൽ എൻ്റെ സന്നിധാനം, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്ന അരങ്ങം. വഖാഫ വഈദ്, വഈദ് എന്ന് പറഞ്ഞാൽ എൻ്റെ താക്കീതും ഭയപ്പെടുന്ന ആളുകൾക്ക്. അള്ളാഹിന് മുമ്പിൽ വിചാരണക്ക് നിൽക്കേണ്ടി വരുമെന്നും അവൻ്റെ താക്കീതുകളും മറ്റുമൊക്കെ പേടിക്കുകയും ചെയ്യുന്നവരെയാണ് ഇങ്ങനെ അക്രമികളെ നശിപ്പിച്ച ശേഷം സുരക്ഷിതരായി ഭൂമിയിൽ താമസിക്കുക എന്നർത്ഥം. ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. ഇവിടെ ഇമാം അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി എഴുതുന്നുണ്ട്, റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങൾ കുഫ്ർ അംഗീകരിക്കില്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് മുർശിദുകളെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവരെ ഉന്മൂലനം ചെയ്യുമെന്നാണ് അല്ലാഹു തആല സത്യം ചെയ്തിരിക്കുന്നത്. തീരെ മടങ്ങി വരാൻ പറ്റാത്ത വിധമുള്ള നശിപ്പിക്കലും നാട്ടിൽ നിന്ന് പുറത്താക്കലും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അനുയായികൾ പറഞ്ഞാൽ എന്താ, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന. അല്ലാഹു തആല അതിനോട് എങ്ങനെ പ്രതികരിച്ചത്? നമ്മളെ അമ്പിയാക്കളെ പുറത്താക്കും നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നെങ്കിൽ നിങ്ങളെ നാം ഒരിക്കലും തിരിച്ചു വരാത്ത വിധം ഉന്മൂലനാശം തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ആ പ്രതികാരം നോക്കണം. ആ വാക്കിലെ മൂർച്ചകളാണ്. ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. സത്യനിഷേധികളുടെ അതീവ ഗുരുതരമായ തീവ്രവാദ നിലപാടാണ് ഇവിടെ കാണുന്നത്. ചരിത്രത്തിലുടനീളം ഇത് തന്നെയാണ് അവസ്ഥ. പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. 7-ാം അധ്യായം 88-ലുണ്ട്, 60-ാം അധ്യായം 9-ലുണ്ട്, 47-ാം അധ്യായം 13-ലുണ്ട്, പിന്നെ 9-ാം അധ്യായം 40-ലുണ്ട്, 8-ാം അധ്യായം 30-ലുണ്ട്. ഈ വിഷയങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്, ഇക്കാലത്തും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ മതത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങളെ നാട് കടത്തുമെന്നാണ് അവിശ്വാസികളായ ആളുകൾ പലരും ഇന്നും ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അതറിയാം അല്ലേ? അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു നബി, ഏതെങ്കിലും ഒരു പ്രവാചകൻ തൻ്റെ അനുയായികളോട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളെ കൂടെ കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞതായ ചരിത്രമില്ല. അപ്പോൾ വെറുതെ തീവ്രവാദികൾ എന്ന് നമ്മൾ ആരോപിക്കുകയാണ്. സത്യത്തിൽ മറുപക്ഷമാണ് തീവ്രവാദികൾ. സത്യവിശ്വാസികളെ ആളുടെ മേൽ തീവ്രവാദ ആരോപണം നടത്തുന്ന ആളുകൾ, അങ്ങനെ നടത്താൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾ ശരിക്കും ആലോചിക്കണം ഈ ഭാഗം. പ്രവാചകന്മാരാരും സമൂഹത്തോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, തിരിച്ചാണ് ഉണ്ടായിട്ടുള്ളത്. പ്രവാചകന്മാരെ സഹായിക്കുക എന്നത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. സൂറത്തു സാഫാത്ത് 171, 173 പല സ്ഥലത്തും ഇതിനെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് പ്രവാചകന്മാരെ അള്ളാഹു തആല സഹായിക്കുക തന്നെ ചെയ്യും. ഇനി അടുത്ത ആഴ്ച നോക്കൂ, 15-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത് എന്നാണ് ഇനി പറയുന്നത്. സത്യനിഷേധികളുടെ ധിക്കാരം അതിരുകടന്നപ്പോൾ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രവാചകന്മാർ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. കാര്യത്തിനൊരു തീരുമാനമുണ്ടാക്കി തരണമെന്ന് പ്രവാചകന്മാരും സത്യവിശ്വാസികളും ദുആ ചെയ്തു. അള്ളാഹു തആല പ്രവാചകന്മാരെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ആ ദുആ അള്ളാഹു തആല സ്വീകരിച്ചു. അങ്ങനെ എത്ര ശക്തരായിരുന്നെങ്കിലും ആ ധിക്കാരികളായ ആളുകളുടെ നടുവൊടിഞ്ഞുപോയി. പലതരം ശിക്ഷകളിലൂടെ ഉന്മൂലനം ചെയ്യപ്പെട്ടു. അവർ പ്രവാചകന്മാർക്കെതിരെയും സത്യവിശ്വാസികൾക്കെതിരെയും അവർ നടത്തിയിരുന്ന ഗൂഢാലോചനകളും കുതന്ത്രങ്ങളും എല്ലാം അമ്പെ പരാജയപ്പെട്ടു. മുർസലുകളും സത്യവിശ്വാസികളും ജയിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തു. അതാണ് 15-ാമത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്തഫ്തഹു വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്. വസ്തഫ്തഹു, ആ മുർസലുകൾ പ്രവാചകന്മാർ വിജയത്തിന് വേണ്ടി ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു. ഇസ്തഫ്തഹ എന്ന് പറഞ്ഞാൽ വിജയത്തിന് വേണ്ടി ദുആ ചെയ്തു, ഫത്ഹിന് വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ വഖാബ, പരാജയപ്പെട്ടു, കുല്ലു ജബ്ബാരിൻ, എല്ലാ സ്വേച്ഛാധിപതികളും, അനീദിൻ, മത്സരമനസ്കരായ മാത്സര്യ മനോഭാവമുള്ള എല്ലാ സ്വേച്ഛാധിപതികളും അഹങ്കാരികളും പരാജയപ്പെടുകയും ഉണ്ടായി. ജബ്ബാർ എന്ന് പറഞ്ഞാൽ അഹങ്കാരികൾ എന്ന് പറയാം, സ്വേച്ഛാധിപതികൾ എന്ന് പറയാം. അനീദൻ എന്ന് പറഞ്ഞാൽ മത്സരമനസ്കരായ, മാത്സര്യ ബുദ്ധിയുള്ള. 16-17 ആയത്തുകൾ നോക്കാം. ഈ ലോകത്ത് വെച്ച് ഇങ്ങനെ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ വന്നെത്തുന്നതോടുകൂടെ അവിശ്വാസികളുടെ അധ്യായം അവസാനിക്കുമോ? ഇല്ല. അവർ ശരിക്ക് മരണപ്പെടുന്നതോടുകൂടി ഏറെ ഗുരുതരമായ അസഹനീയമായ ശിക്ഷയുടെ ഘട്ടത്തിലേക്ക് അവർ പോവുകയാണ്. മരിക്കുന്നതോടുകൂടി അവർ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷകളാണ്. ഖബറിൽ വലിയ ശിക്ഷകളുണ്ട്. അതിനുശേഷം കത്തിജ്വലിക്കുന്ന നരകത്തിലും അവർ എത്തേണ്ടതുണ്ട്. ആ നരകത്തിലെ അനുഭവങ്ങൾ വിവരിക്കാൻ കഴിയാത്തതിന് വർണ്ണനാതീതമാണ്.
നരകവാസികളുടെ ശരീരങ്ങളിൽ നിന്നൊലിക്കുന്ന തിളച്ചു മറിയുന്ന രക്തവും ചലവുമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. കുടിക്കാനും കുടിക്കാതിരിക്കാനും കഴിയാത്ത അവസ്ഥയായിരിക്കും അത് കിട്ടിയാൽ. മരണതുല്യമായ കൊടും ശിക്ഷകളാണ് എല്ലാ ഭാഗത്തു നിന്നും വരിക. അതുകൊണ്ട് അവർ മരിക്കുമോ? ഒരിക്കലും മരിക്കൂല. നരകത്തിലെ ശിക്ഷാവകുപ്പുകളിൽ ഒന്ന് മാത്രമാണ് ഈ പറഞ്ഞത്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. പിന്നെയും പൂർവാധികം ഭീകരമായ കഠിനമായ ശിക്ഷകൾ വഴിയെ അവർക്ക് വരാനുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 19, 16, 17 ആയത്തുകൾ നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ വറാഇഹി ജഹന്നമ വയസ്ഖാ മിൻ മാഇൻ സദീദ് യതജറഉഹു വലാ യകാദു യുസീഗുഹു വയഅതിഹിൽ മൗതു മിൻ കുല്ലി മകാനിൻ വമാ ഹുവ ബിമയ്യിത് മിൻ വറാഇഹി അദാബുൻ ഗലീദ്. മിൻ വറാഇഹി, അവൻ്റെ വഴിയെ ഉണ്ട്, ജഹന്നമു, നരകമുണ്ട്. എന്നാൽ വഴിയെ അവന് നരകം ലഭിക്കാനുണ്ട്. വയസ്ഖാ, അവൻ കുടിപ്പിക്കപ്പെടും. മിൻ മാഇൻ സദീദ്, രക്തവും ചലവും കലർന്ന ദ്രാവകം. നരകത്തിലെത്തിയാൽ സദീദ് എന്ന് പറഞ്ഞാൽ രക്തവും ചലവും കലർന്ന ദ്രാവകം അവന് കുടിക്കാൻ കൊടുക്കും. യതജറഉഹു, അത് കുടിക്കാൻ കിട്ടുമ്പോൾ അവനത് കീഴ്പോട്ടിറക്കാൻ വേണ്ടി ശ്രമിക്കും. യതജറഉഹു, അത് വിഴുങ്ങാൻ അവൻ ശ്രമിക്കും, കീഴ്പോട്ടിറക്കാൻ സാഹസപ്പെട്ടു നോക്കും, കീഴ്പോട്ടിറക്കാൻ വേണ്ടി. പക്ഷേ വലാ യകാദു യുസീഗുഹു, അതിന് കഴിയില്ല, അതിന് വിഴുങ്ങാൻ അവന് കഴിയില്ല. യതജറഉഹു, അതിങ്ങനെ കുടിച്ച് താഴോട്ടിറക്കാൻ കീഴ്പോട്ടിറക്കാൻ അവൻ സാഹസപ്പെട്ടു നോക്കും. പക്ഷേ വലാ യകാദു യുസീഗുഹു, അത് വിഴുങ്ങാൻ കഴിയില്ല, താഴോട്ടിറക്കാൻ കഴിയില്ല. പിന്നെയോ വയഅതിഹിൽ മൗതു, മരണം അവന് വരും, മരണം അവൻ്റെ നേരെ വരും. മിൻ കുല്ലി മക്കാനിൻ, എല്ലാ ഭാഗത്തുകൂടെയും മരണം വരും. പക്ഷേ വമാ ഹുവ ബിമയ്യിത്, മരിക്കൂട്ടില്ലതാണ്. മരിക്കുന്ന അത്രയും കഠോരമായ ശിക്ഷകൾ അവന് കിട്ടും. എന്നാൽ അതുകൊണ്ട് മരിക്കുമോ? ഇല്ല. വമാ ഹുവ ബിമയ്യിത്, മരിക്കൂല. വമിൻ വറാഇഹി, അതിനുശേഷവും ഉണ്ട് അദാബുൻ ഗലീദ്, കഠോരമായ ശിക്ഷകൾ വേറെയും. ഇത് മാത്രമല്ല ശിക്ഷ. വമിൻ വറാഇഹി, ഇതിന് പുറമെ വേറെയും അദാബുൻ ഗലീദ്, കഠിനമായ ശിക്ഷകളുണ്ട്. വയസ്ഖാ മിൻ മാഇൻ സദീദ്, സദീദ് എന്ന് പറഞ്ഞാൽ രക്തവും ചലവും കൂടിക്കലർന്ന ചീഞ്ചലം എന്നാണ് അർത്ഥം. നരകവാസികളിൽ നിന്ന് ഒഴുകി വരുന്ന ദുർഗന്ധം പിടിച്ച ആ വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കും. ഭയങ്കര ദാഹമായിരിക്കും അവർക്ക്. ആ ദാഹം കൊണ്ട് അവരെന്താവും, അത് കഷ്ടപ്പെട്ട് കുടിച്ചിട്ട് ഇറക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ കീഴ്പോട്ടിറങ്ങാതെ തൊണ്ടയിൽ കുടുങ്ങും. അതാണ് വലാ യകാദു യുസീഗുഹു. നരകക്കാരായ ആളുകൾക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളെ പറ്റി വേറെയും പല സ്ഥലങ്ങളിലും അല്ലാഹു തആല പറയുന്നുണ്ട്. സൂറത്ത് മുഹമ്മദിൽ 15-ാമത്തെ ആയത്തിൽ അവർക്ക് ചൂടേറിയ വെള്ളം കുടിക്കാൻ കൊടുക്കപ്പെടും. അപ്പോൾ അത് അവരുടെ കുടലുകളെ നുറുക്കിക്കളയും. കുടലുകളെ നുറുക്കിക്കളയും, ആമാശയങ്ങളെ. സൂറത്തുൽ കഹ്ഫിൽ 29-ാം ആയത്തിലുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ് ബിസശ്ശറാബ് വസാഅത് മുർതഫഖ. അവർ വെള്ളത്തിന് അപേക്ഷിക്കുന്ന പക്ഷം ലോഹദ്രാവകം പോലെയുള്ള ഒരു വെള്ളം നൽകപ്പെടും. അത് മുഖങ്ങളെ ചുട്ടരിക്കും. സൂറത്തു ദുഖാനിലുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൽമുഹ്ലി യഗ്ലി ഫിൽ ബുത്തൂനി കഗലിൽ ഹമീം. അത് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ലോഹദ്രാവകം പോലെ ഇരിക്കും. അത് വയറുകളിൽ ചൂടുവെള്ളം പോലെ തിളച്ചു മറിയും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വയഅതിഹിൽ മൗതു മിൻ കുല്ലി മകാനിൻ വമാ ഹുവ ബിമയ്യിത്. ഈ നരകത്തിൽ ഉള്ള ആൾക്ക് മരിച്ചു പോകുന്ന തരത്തിലുള്ള അതികഠിനമായ ശിക്ഷകൾ എല്ലാ ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കും. എന്നാലോ മരിക്കുകയൊട്ടില്ല താനും. അങ്ങനെ അങ്ങ് മരിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു, അതോടെല്ലാം തീരുമല്ലോ. പക്ഷേ മരിക്കില്ല. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല പറയുന്നുണ്ട് 36-ാമത്തെ ആയത്തിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നമ ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫ അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സീ കുല്ല കഫൂർ. ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു, അവർക്ക് മരണം വിധിക്കപ്പെടുകയില്ല, എന്നാൽ അവർക്ക് മരിക്കാമായിരുന്നു. വലാ യുഖഫഫ അൻഹും മിൻ അദാബിഹാ, അതിലെ ശിക്ഷകളെ ലഘൂകരിക്കപ്പെടുകയും ഇല്ല. വിശ്വാസികളായ ആളുകൾ സ്വർഗത്തിലും നിഷേധികളായ ആളുകൾ നരകത്തിലും എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കാണെ മരണം എന്ന പ്രതിഭാസത്തെ അല്ലാഹു തആല
കൊമ്പുള്ള ഒരു ആടിൻ്റെ രൂപത്തിൽ ഹാജരാക്കി അതിനെ അറുത്ത് കളയുമെന്ന് ഹദീസിലുണ്ട്. എന്ന് പറഞ്ഞാൽ അതോടെ മരണം ഇല്ലായ്മ ചെയ്യപ്പെടും. പിന്നെ മരണമില്ല, എല്ലാവരും ശാശ്വതരായി. സ്വർഗത്തിലുള്ളവർ അവിടെ തന്നെ ഉണ്ടാവും, നരകത്തിലുള്ളവരോടെയും ഉണ്ടാവും. അള്ളാഹു നമ്മൾ നരകത്തിന് കാത്തിരക്ഷിക്കട്ടെ. ഹിസാബില്ലാതെ സാബിഖ് അദാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ചേർത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 18-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സത്യനിഷേധികളായ ആളുകൾ വലിയ ധിക്കാരികളും അഹങ്കാരികളുമായിരുന്നു. അതുകൊണ്ടാണ് അവർ പ്രവാചകന്മാരെ നിഷേധിക്കുന്നതും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതുമൊക്കെ. ഈ സത്യനിഷേധം എന്ന നിലപാടു കാരണം ഇവിടെ അവർ എന്ത് നന്മകൾ ചെയ്താലും ഒരു പ്രതിഫലവും കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഇനി പറയുന്നത്. അതായത് അവിശ്വാസികളായ ആളുകൾ ഇവിടെ പല നന്മകളും ചെയ്യുന്നത് കാണാറുണ്ട്. ഭക്ഷണം കൊടുക്കും, രോഗികളെ പോയി സന്ദർശിക്കും, കുടുംബബന്ധം പുലർത്തും, അഗതി അനാഥകളെ സഹായിക്കും, വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തും, അക്രമവിധേയരായ ആളുകളെ സഹായിക്കും. ഇങ്ങനെ പല സൽക്കർമ്മങ്ങളും കാഫിര്യങ്ങളായ ആളുകൾ ഇവിടെ ചെയ്യാറുണ്ടല്ലോ ദുന്യാവിൽ. അതെല്ലാം പരലോകത്ത് ചെല്ലുമ്പോൾ വട്ടപൂജ്യമായിരിക്കും. കാരണം സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുന്നതിന് സത്യവിശ്വാസിയായിരിക്കുക എന്നൊരു കണ്ടീഷനുണ്ട്. അത് അവർക്കില്ല എന്നത് തന്നെയാണ് കാരണം. വ്യക്തമായൊരു ചിത്രമോ വിശദീകരണങ്ങളോ അറിയില്ലെങ്കിലും മരണാനന്തരം ഒരു ജീവിതവും സ്വർഗ നരകങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഏകദേശ ധാരണയുള്ള ആളുകൾ തന്നെയായിരിക്കും ഈ കൂട്ടർ, ഈ കാഫിര്യങ്ങൾ. എന്നാലും ഫലമില്ല. കാരണം സത്യവിശ്വാസം എന്ന ബേസ് ഇല്ലാതെ പോയി. അവർക്കൊരു ധാരണയൊക്കെ ഉണ്ടാവും, മരിച്ചു പോകണം, മരിച്ചുപോയ ദൈവമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ടെന്നൊക്കെ. അത് മാത്രം പോരാ. അള്ളാഹു ഏകനാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്നും ആ ഷഹാദത്ത് അംഗീകരിച്ച് അങ്ങനെ മുസ്ലിം ആയാൽ, ആ ബേസ് ഉണ്ടെങ്കിൽ പിന്നെ അവർ ചെയ്യുന്നതെന്നും സ്വീകരിക്കും. ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹു ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. വെണ്ണീറിൻ്റെ ഒരു കൂന, വെണ്ണീർ എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, കത്തിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന സാധനം. ആ വെണ്ണീറിൻ്റെ ഒരു കൂന നല്ലൊരു കാറ്റടിച്ച് എന്താ സംഭവിക്കുക? അത് ധൂളികളായി പാറിപ്പറന്നു പോകും, പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല. എന്നതുപോലെയാണ് ഇവരുടെ സൽക്കർമ്മങ്ങൾ. വലിയ സൽക്കർമ്മങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊക്കെ വെണ്ണീർ, കാറ്റത്ത് വെണ്ണീർ പാറിപ്പോകുന്നത് പോലെ അള്ളാഹിൻ്റെ അടുക്കൽ ചെല്ലുമൊക്കെ പാറിപ്പോകും, ഒന്നും കാണില്ല എന്നർത്ഥം. പരലോകത്ത് നോക്കുമ്പോൾ അതെല്ലാം കൊടുങ്കാറ്റിൽ പാറിപ്പറന്ന് ചിന്ന ഭിന്നമായ വെണ്ണീർ കൂന പോലെയായിരിക്കും. കൊടുങ്കാറ്റിൽപ്പെട്ട വെണ്ണീർ കൊണ്ട് ഒരു പ്രയോജനം കിട്ടാത്തതുപോലെ അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഒരു പ്രയോജനം കിട്ടില്ല എന്നർത്ഥം. നോക്കാം ആയത്ത്. 18-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മത്ലുൽ ലദീന കഫറൂ ബിറബ്ബിഹിം അഅമാലുഹും കറമാദിൻ ഇഷ്തദ്ദത് ബിഹിർ റീഹു ഫീ യൗമിൻ ആസിഫ് ലാ യഖ്ദിറൂന മിമ്മാ കസബൂ അലാ ശൈഇ ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. മത്ലുൽ ലദീന കഫറൂ ബിറബ്ബിഹിം. തൻ്റെ രക്ഷിതാവിനെ കൊണ്ട് നിഷേധിച്ച ആളുടെ ഉദാഹരണം, തങ്ങളുടെ നാഥനെ നിഷേധിച്ചവരുടെ കർമ്മങ്ങളുടെ ഉദാഹരണം ഏതുപോലെയാണ്? അഅമാലുഹും, അവരുടെ കർമ്മങ്ങൾ, കറമാദിൻ, വെണ്ണീർ പോലെയാണ്. ഇസ്തദ്ദത് ബിഹിർ റീഹു, ആ വെണ്ണീറിനെ പാറ്റിപ്പറത്തിയിരിക്കുന്നു, കാറ്റ് പാറ്റിപ്പറത്തിയിരിക്കുന്നു എന്ന്. ഫിയോമിൻ ആസിഫിൻ, കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയൊരു നാളിൽ. ആസിഫ് എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. ഫിയോമിൻ ആസിഫിൻ, കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയ ഒരു നാളിൽ. ഇഷ്തദ്ദത് ബിഹിർ റീഹു, കാറ്റ് അതിനെ പാറിപ്പറത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള വെണ്ണൂർ പോലെയാണ് തങ്ങളുടെ നാഥനെ നിഷേധിച്ച ആളുകളുടെ അമാലുകൾ, കർമ്മങ്ങൾ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ കൊടുങ്കാറ്റുള്ള ദിവസത്തിൽ കാറ്റത്ത് പാറിപ്പോകുന്ന വെണ്ണീർ പോലെയാണ്. റമാദ് എന്ന് പറഞ്ഞാൽ വെണ്ണീർ. ഇസ്തദ്ദത് ബിഹിർ റീഹു, ആ വെണ്ണീറിനെ കൊണ്ട് കാറ്റ് ശക്തമായെന്ന് പറഞ്ഞാൽ കാറ്റ് അതിനെ കൊണ്ട് പാറ്റിപ്പറത്തി എന്നർത്ഥം. എന്ന് ഫിയോമിൻ ആസിഫിൻ, കൊടുങ്കാറ്റടിച്ച ദിവസം. കൊടുങ്കാറ്റുള്ള ദിവസം ആകെ വെണ്ണീർ അവിടെ അങ്ങനെ കടക്കുകയും ചെയ്യുക. എന്നിട്ട് ആ കാറ്റ് കഴിഞ്ഞാൽ പിന്നെ വെണ്ണീറോടെ ബാക്കി ഉണ്ടാവും ഇല്ലല്ലോ എന്നതുപോലെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ലാ യഖ്ദിറൂന മിമ്മാ കസബൂ അലാ ഷൈഇൻ, തങ്ങൾ അനുവർത്തിച്ചതൊന്നും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. ലാ യഖ്ദിറൂന, അവർക്ക് കഴിയില്ല. മിമ്മാ കസബൂ, അവർ നേടിയെടുത്തത്, അലാ ഷൈഇൻ, ഒന്നും എന്ന് പറഞ്ഞാൽ അവർ അനുവർത്തിച്ച കാര്യങ്ങളൊന്നും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. ദാലിക, അത്, ഹുവ, അതുതന്നെയാണ്, അൽ-ളലാലുൽ ബഈദ്, സത്യത്തിൽ നിന്നും അതിവിദൂരമായ വ്യതിചലനം. കാരണം ദാലിക ഹുവ അൽ-ളലാലുൽ ബഈദ്, അതിവിദൂരമായ ദുർമാർഗമാണത്. അതായത് അവരുടെ അവസ്ഥ സത്യത്തിൽ നിന്നുള്ള അതിവിദൂരമായ വ്യതിചലനം തന്നെയാണ്. ഇക്കാര്യം അല്ലാഹു തആല വേറെയും പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫുർഖാൻ 23 ഇങ്ങനെ കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. അവർ അനുവർത്തിച്ച കർമ്മങ്ങളെ, ആ കർമ്മങ്ങളിലേക്ക് നാം തിരിയുന്നതും അവ വിതറപ്പെട്ട ധൂളി പോലെയാകുന്നതുമാണ്.
വിതറപ്പെട്ട പൊടി ഇങ്ങനെ പാറ്റപ്പെട്ട പൊടി പോലെ ആകുമെന്നർത്ഥം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. അപ്പോൾ ഐഹികമായ എന്തെങ്കിലും ഗുണമോ ലാഭമോ ഒക്കെ ആയിരിക്കും ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കാഫിര്യങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് അള്ളാഹുത്താല അവർക്ക് അവരുടെ കർമ്മഫലങ്ങൾ ഇഹലോകത്ത് വെച്ച് തന്നെ കണക്ക് തീർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. പരലോകത്തേക്കൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ഇവിടെ നമ്മളും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വിശ്വാസികളാണെന്നത് ശരി തന്നെയാണ്, മുഅ്മിനീങ്ങളാണെന്ന് ശരി തന്നെ. അള്ളാഹുത്താല നമ്മൾ ഈമാൻ നിലനിർത്തി തരട്ടെ, മരണം വരെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈമാനോട് മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. പക്ഷേ അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ പ്രതിഫലവും ലക്ഷ്യമാക്കാതെ നമ്മൾ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ആളുകളെ കാണിക്കാനോ പ്രശസ്തിക്കോ പേരെടുക്കാനോ സൽപ്പേരിനോ എന്തെങ്കിലും ഒരു വിഷയം അള്ളാഹ് തൃപ്തിക്ക് വേണ്ടിയല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനും ഒരു പ്രതിഫലം അള്ളാഹുവിന് തരില്ല, ഒരു പ്രതിഫലം കിട്ടില്ല. റിയാ പോലെയുള്ള മാനസികമായ അസുഖങ്ങൾ ഒഴിവാക്കി, ലോകമാന്യം പോലെയുള്ളതൊക്കെ ഒഴിവാക്കി തീർത്തും അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്യുക, അതേ അള്ളാഹുവിൽ സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്തൊക്കെ അള്ളാഹുവിൽ തള്ളും. നമ്മളത് ശരിക്കും മനസ്സിലാക്കണം. ലോകമാന്യം എന്നത് ചെറിയ ശിർക്കാണ് എന്നാണ് അല്ലേ? നമ്മളതിനെക്കുറിച്ച് പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആവർത്തിക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇത്രയുമാണ് ഇന്നത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. അള്ളാഹു നിങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കുന്ന റഹ്മാൻ. ഇഖ്ലാസോടുകൂടി നിൻ്റെ പരിശുദ്ധ ഖുർആനിനും ദീനിനും ഇൽമിനും ഖിദ്മത്തുള്ള അവസരം നൽകാൻ റഹ്മാൻ. ദീർഘായുസ്സും ആഫിയത്തും എല്ലാവർക്കും നൽകണം. അള്ളാഹ് മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും മുഫസ്സിരീങ്ങൾക്കും ഇത് കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും പുറത്തു കൊടുക്കണം തമ്പുരാൻ. ഞങ്ങൾ നിൻ്റെ സ്വാലിഹ്യങ്ങൾ ചേർക്കാൻ റഹ്മാൻ. നരകത്തെ ദുരിതങ്ങളെ കാക്കണേ അള്ളാഹ്. ഹിസാബില്ലാതെ സാബിഖ് അദാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടത്തി തരണേ അള്ളാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطردا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.